ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ബോൺലെസ് ചിക്കൻ 65 ഹൈദരാബാദി ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചിക്കൻ എങ്ങനെ മാരിനേറ്റ് ചെയ്യാമെന്ന് നോക്കാം. 1/2 കിലോ റൈസിന് 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് തയ്യാറാക്കാം. അതിനായി കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം പട്ട, ഗ്രാമ്പൂ എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ കഴുകി എടുത്തു വെച്ച അരി ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിൽ ഒഴിച്ചു കൊടുക്കാം. റൈസിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ 65 തയ്യാറാക്കാം. ആദ്യം പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നൊരു കാര്യം, ചിക്കൻ 65 നന്നായി ക്രിസ്പി ആവാനായി 1 മുട്ടയുടെ വെള്ളയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 സൈഡും നന്നായി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ 65 തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. പാൻ ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, 100 ഗ്രാം ചെറിയുള്ളി സ്ലൈസ് ചെയ്തത്, 3 വലിയ സവാള അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സർവ്വസുഗന്ധിയുടെ ഇല കൂടെ ചേർക്കുന്നുണ്ട്. സവാള നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ച 2 തക്കാളിയും കുറച്ച് ഉപ്പും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊന്ന് ഫ്രൈ ആയതിനു ശേഷം പച്ചമുളക് 1 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്യുക. സവാള നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ 65, 120 ml തൈര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 80 ml മെഷറിംഗ് കപ്പാണ്. ഇതിലേക്ക് മല്ലിയില, പുതിന എന്നിവ ചേർത്ത് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. രണ്ട് മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണി ദം വയ്ക്കാം. അതിനായി ഒരു ദോശക്കല്ലിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. പിന്നെ അതിന് മുകളിലായി വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ലെയർ കൂടെ ചേർത്ത് കൊടുക്കാം.
3 ടീസ്പൂൺ കുങ്കുമപ്പൂ കുതിർത്തിയ പാല് റൈസിന് മുകളിൽ ഒഴിച്ചതിന് ശേഷം മല്ലിയിലയും പുതിനയും ചേർത്ത് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ദം വയ്ക്കുക. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോൺലെസ് ചിക്കൻ 65 ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണം, എന്നാലേ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും ഒരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ.